അതുകൊണ്ടാണ് പറയുന്നത് ഗ്രേവ് ഓഫ് ഫയർഫ്ലൈസ് ശരിക്കും വാറിൻ്റെ അലിഗറിയാണ്. ഗ്രേവ് ഓഫ് ഫയർഫ്ലൈസ് എന്നത് നമ്മളിൽ പലരുടെയും സോളിനെ ക്രഷ് ചെയ്തൊരു സിനിമയാണ്. ഭയങ്കര ഇമോഷണലായിട്ട് ചേട്ടൻ്റെയും അനീത്തിയുടെയും സ്നേഹത്തെ പറ്റി പറഞ്ഞിട്ടുള്ള ഒരു കഥ. വാറിൻ്റെ പശ്ചാത്തലത്തിലായതുകൊണ്ട് തന്നെ ഈ ഒരു മൂവിയെ നമുക്ക് മറ്റൊരു രീതിയിൽ കാണാനായിട്ട് പറ്റും. ഇതിലെ സെയ്ത എന്ന ക്യാരക്ടർ എംപയർ ഓഫ് ജപ്പാനെ, സെസൂക്കോ ഇന്നസെൻ്റ് ആയിട്ടുള്ള സിവിലിയൻസിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇവിടെ സെയ്ത ഒരു പ്രിവിലേജ്ഡ് ഫാമിലിയിലാണ് ജനിച്ചു വളർന്നത്. ഇതുപോലെ തന്നെയായിരുന്നു വാറിന് മുമ്പുള്ള ജപ്പാനും. അവരവരുടെ മിലിറ്ററി സ്ട്രെങ്ത് ഒക്കെ വെച്ച് പല രാജ്യങ്ങളും വെട്ടിപ്പിടിച്ച് നല്ല രീതിയിലായിരുന്നു മുന്നോട്ട് പോയത്. സെയ്തയ്ക്കാണെങ്കിലും വാറ് തുടങ്ങി ആദ്യകാലങ്ങളിൽ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അവർക്ക് സേഫായിട്ടിരിക്കാൻ ഷെൽട്ടറൊക്കെ ഉണ്ടായിരുന്നു. ഇതേപോലെ തന്നെ ജപ്പാൻ തങ്ങൾ പിടിച്ചെടുത്ത സ്ഥലത്ത് പ്രശ്നം നടന്നപ്പോഴും സ്വന്തം നാട്ടിലെ സേഫ് ആണെന്നായിരുന്നു കരുതിയിരുന്നത്. പക്ഷെ പതുക്കെ ഈ ഷെൽട്ടർ പോലെ തന്നെ ജപ്പാനും പണി കിട്ടി. മൂവിയിൽ ഈ ഷെൽട്ടറും പോയി പേരൻസും നഷ്ടപ്പെട്ടു പോയ സമയത്ത് ഈ രണ്ട് കുട്ടികൾ അവരുടെ ഓണ്ടിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. ഇവിടെ അവരുടെ ഓണ്ട് ഹാർഷ് റിയാലിറ്റിയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. യുദ്ധത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചെങ്കിലും തങ്ങളുടെ ആർമിയുടെ സ്ട്രെങ്തിലും പ്രൈഡിലും ഉള്ള അമിത വിശ്വാസത്താൽ ജപ്പാൻ യുദ്ധം കണ്ടിന്യൂ ചെയ്തു. ഇതേ കാര്യം തന്നെ മൂവിയിലും കാണിക്കുന്നുണ്ട്. ആൻഡ് സെയ്തയുടെ കേസ് എടുക്കുവാണെങ്കിലും ഇതേ കാര്യം തന്നെയാണ് സംഭവിക്കുന്നത്. ഒരു ക്രൈസിസ് വന്നിട്ട് ഓണ്ടിൻ്റെ വീട്ടിൽ പോയിട്ടും അവൻ പഴയ പ്രിവിലേജും പ്രൈഡും ഒന്നും സാക്രിഫൈസ് ചെയ്യുന്നില്ല. ഇങ്ങനെ എങ്ങനെയാണോ ജപ്പാൻ ആ ക്രൈസിസിനെ റിജക്റ്റ് ചെയ്തത്, അതേപോലെ തന്നെ സെയ്ത അവൻ്റെ ഓണ്ടിനെ, ഹാർഷ് റിയാലിറ്റിയെ റിജക്റ്റ് ചെയ്ത് അവിടം വിട്ടിറങ്ങി പോവുകയാണ്. ഇവിടെ ഡിസിഷൻസ് ശരിക്കും എടുത്തത് സെയ്തയാണെങ്കിലും അതിൻ്റെ കോൺസിക്വൻസസ് ആദ്യം അനുഭവിക്കുന്നത് പാവം സെസൂക്കോയാണ്. ഇവിടെ സെസോക്കോയിലൂടെ ഇന്നസെൻ്റ് ആയിട്ടുള്ള സിവിലിയൻസ് ആ സമയത്ത് അനുഭവിച്ചിട്ടുള്ള ഫാമിൻ, ഏലിയനേഷൻ, ഐസൊലേഷൻ, കയോസ്, ഡിസ്ട്രക്ഷൻ, ഡെത്ത് പോലെയുള്ള കണ്ടീഷൻസിനെയാണ് കാണിക്കുന്നത്. ഈ ഒരു രീതിയിൽ ഈ ഒരു മൂവിയെ നമ്മൾ നോക്കി കാണുമ്പോൾ ഇത് വെറും ഒരു പേഴ്സണൽ ട്രാജഡി മാത്രമല്ല, മറിച്ച് ജപ്പാന്റെ യുദ്ധകാലത്തെ സ്റ്റബോൺനെസ്സിനെതിരെയുള്ള ഒരു ക്രിട്ടിക് കൂടെയാണ്.